ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ പരിപ്പ് കറിയാണ്. ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് നമ്മൾ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കറി ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പരിപ്പ് കറി വെക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് തുവരപ്പരിപ്പാണ്. അപ്പോൾ ഈ ഒരു പരിപ്പ് നമ്മൾ നന്നായിട്ടൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ആവുന്നിടം വരെ നമുക്കൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു പരിപ്പ് നമുക്ക് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കഴുകിയ അന്നേരം തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളിയാണ്. അതിൻ്റെ കൂടെ 2 പച്ചമുളക് അരിഞ്ഞതും ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് വിസിലും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഒരു 4 വിസിൽ വരുന്നിടം വരെ ഈ പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 4 വിസിലായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം വിസിൽ ഊരി മാറ്റിയിട്ട് കുക്കർ തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം വെന്ത പരിപ്പൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് ഒത്തിരി കുറുകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും 3 അല്ലി ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 3 വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഇതുകൂടെ ഒന്ന് വറുത്തെടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം മുളക് പൊടി എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ പൊടികൾ ചേർത്തതിന് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പം പാനിൽ നല്ല ചൂടുള്ളത് കൊണ്ട് പെട്ടെന്ന് ഒന്ന് വറുത്തെടുക്കാൻ പറ്റും. ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പൊടികളെല്ലാം. ഇനി നമുക്കിത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് വറുത്തത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കറി നമ്മൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.